കവിത ഞാൻ നിങ്ങൾക്ക് വായിക്കാം. കവിതയുടെ ശീർഷകം മൗനത്തിൻ്റെ ഉപനിഷത്ത് എന്നാണ്. കാണുന്നതല്ല സത്യം, കാണുന്നവനാണ് സത്യം. കേൾക്കുന്നതല്ല ജ്ഞാനം, കേൾക്കുന്ന മൗനമാണ് ജ്ഞാനം. ശബ്ദങ്ങൾ അസ്തമിക്കുമ്പോൾ, വാക്കുകൾ തളരുമ്പോൾ, ചിന്തകൾ വഴിമുട്ടുന്നിടത്ത് ധ്യാനം സ്വയം ഉദിക്കുന്നു. ഇതല്ല ഞാൻ എന്ന് ഉപേക്ഷിക്കുന്ന ഓരോ ചിന്തയും അഹത്തിൻ്റെ ഒരു പാളി വീഴ്ത്തുന്നു. ഇതാണ് ഞാൻ എന്ന് പറയേണ്ടതില്ലാതെ ശുദ്ധബോധം തെളിയുന്നു. ഓടിച്ചെന്ന ലോകം നിശ്ചലമാകുമ്പോൾ, തിരച്ചിലുകൾ അവസാനിക്കുമ്പോൾ, അന്വേഷിക്കുന്നവനും അന്വേഷണവും ഒരു ശ്വാസത്തിൽ ലയിക്കുന്നു. ഇന്ദ്രിയങ്ങൾ പിന്മാറുന്നു, മനസ്സ് തന്നെ മടങ്ങി നിൽക്കുന്നു. പ്രകാശമില്ലാത്ത പ്രകാശം സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു. പ്രകാശമല്ലാത്ത ഒരു പ്രകാശം സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു. അത് വരുന്നതല്ല, പോകുന്നതുമല്ല, ജനിക്കുന്നതുമല്ല, മരിക്കുന്നതുമല്ല. നിത്യമായതും അഖണ്ഡമായതും സാക്ഷിയായി മാത്രം നിലകൊള്ളുന്നതും. ഞാൻ എന്ന് പറയുന്നതെല്ലാം നിശേഷം വീണു പോകുമ്പോൾ ഞാനാകുന്നു എന്ന വാക്കുമില്ലാതെ അസ്തിത്വം മാത്രം ശേഷിക്കുന്നു. ദൈവം ദൂരെയില്ല, കാലത്തിൻ്റെ അറ്റത്തുമല്ല. ഈ ശ്വാസത്തിനുള്ളിൽ, ഈ നിമിഷത്തിൻ്റെ ഹൃദയത്തിലാണ്. മന്ത്രങ്ങളില്ലാതെ മന്ത്രമാകുന്ന, ശബ്ദമില്ലാതെ ഗാനം പാടുന്ന മൗനമാണ് ആചാര്യൻ. അവിടെ ശിഷ്യനും ഗുരുവും ഒന്നാകുന്നു. അറിയുന്നവനും അറിവും രണ്ടല്ല അവിടെ. ഭേദങ്ങൾ ചാരമാകുന്നു, ഏകത അനുഭവപ്പെടുന്നു. ഭേദങ്ങൾ ചാരമാകുന്നു, ഏകത അനുഭവമാകുന്നു. ബന്ധനം എന്നൊന്നുമില്ല, മോക്ഷം എന്നൊന്നുമില്ല. ഇരുന്നതെല്ലാം അറിവിൻ്റെ മറവിയായിരുന്നു. ഉണ്ടായിരുന്ന ഏക സത്യം ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. സ്വയം തന്നെ സ്വയം തിരിച്ചറിയുന്നു. ഉണ്ടായിരുന്ന ഏക സത്യം ഒരിക്കലും നഷ്ടപ്പെട്ടിരുന്നില്ല. സ്വയം തന്നെ സ്വയം തിരിച്ചറിയുന്നു. നന്ദി, നമസ്കാരം.